കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങിയാണ് കാണുന്നത് എങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നിറം മങ്ങി കാണുന്നത് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് ഇത് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് പോഷൻ ട്രാക്കറിൽ കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് കുട്ടികളുടെ പേരിന് നേരെയുള്ള 3 കുത്തിൽ തൊട്ടാൽ ഇതേ രീതിയിൽ നമുക്ക് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിൽ ക്രിയേറ്റ് ഓർ റിട്രൈവ് അപ്പാർ ഐ ഡി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരില്ല. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങി നിൽക്കുന്നത്. ഒന്ന്, ഈ ഒരു കുട്ടിയുടെ ആധാർ വിവരങ്ങൾ കുട്ടിയുടെ പ്രൊഫൈലിൽ നൽകിയിട്ടില്ല എങ്കിൽ ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആവാതെ ഇതേ രീതിയിൽ നിറം മങ്ങി നിൽക്കുന്നതാണ്. 2, നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഓൾറെഡി പോഷൻ ട്രാക്കറിൽ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു ഓപ്ഷൻ ഇതേ രീതിയിൽ നിറം മങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം കുട്ടിയുടെ പേരിൽ തൊടുക. പേരിൽ തൊട്ടാൽ ഇതേ രീതിയിൽ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈൽ കാർഡിൽ ആധാർ നമ്പറിന്റെ താഴെയായിട്ട് മദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഫാദേഴ്സ് ആധാർ എന്നോ അതല്ലെങ്കിൽ ഗാർഡിയൻസ് ആധാർ എന്നോ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഇത്തരത്തിലാണ് കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കുട്ടിയുടെ ആധാർ നമ്പർ നമ്മൾ കുട്ടിയുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. കൂടാതെ ആധാർ നമ്പറിന്റെ വലതുവശത്തായിട്ട് ആഡ് ചൈൽഡ് ആധാർ എന്നൊരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കുട്ടിയുടെ ആധാർ നമ്പർ നമ്മൾ കുട്ടിയുടെ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു വലതുവശത്ത് കാണുന്ന ആഡ് ചൈൽഡ് ആധാർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു കുട്ടിയുടെ ആധാർ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടിയുടെ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു ആധാർ നമ്പറിന്റെ താഴെയായിട്ട് ഇതേ രീതിയിൽ ചൈൽഡ്സ് ആധാർ എന്നാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ വലതുവശത്തുള്ള ഈ ഒരു ആഡ് ചൈൽഡ് ആധാർ എന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാനും സാധിക്കുകയില്ല. അപ്പൊ ഇത്തരത്തിൽ കുട്ടിയുടെ സ്വന്തം ആധാർ വിവരങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ നല്ല കറുപ്പ് നിറത്തോടു കൂടി ആക്റ്റീവായി കാണാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരികയും അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. രണ്ടാമതായിട്ടുള്ള കാരണം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കുട്ടിയുടെ അപ്പാർ ഐ ഡി ഓൾറെഡി പോഷൻ ട്രാക്കറിൽ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാകാം. അപ്പോൾ അത് നമുക്ക് കുട്ടിയുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കുട്ടിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് താഴെയായിട്ട് അപ്പാർ ഐ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ നേരെ 12 അക്ക നമ്പർ അപ്പാർ ഐ ഡി കാണുന്നുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അത്തരത്തിൽ ആ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു കുട്ടിയുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് ഈ ഒരു ഓപ്ഷൻ നിറം മങ്ങിയായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും അതുപോലെ കുട്ടികളുടെ അപ്പാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും വിശദമായിട്ട് മറ്റു വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കുകൾ കൂടെ ഇതിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്.